ഓക്കെ. ഇന്ന് നമ്മൾ ഇൻട്രാഡേ, എന്താണ് ഇൻട്രാഡേ? ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിപ്പോൾ കാണുന്നവർ വിചാരിക്കും ട്രേഡിങ്ങിൻ്റെ ഈ പറഞ്ഞ പോലെ പൈസ ഇട്ടിട്ട് പൈസ ഇൻട്രാഡേ ഭയങ്കര റിസ്ക് ആണെന്ന് പറയാറുണ്ട്. അതായത് 100% ആൾക്കാരിലും 100% ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 96% ആൾക്കാരും ഇതിൽ പരാജയപ്പെടുന്നു. ഓക്കെ, ബാക്കി 4% ആൾക്കാരെ ഇതിൽ വിജയിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ 4% ആൾക്കാർ എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതാണ്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു റൂളും അതിൻ്റെ രീതിയിൽ ഒരു റൂളുണ്ട്. അതനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ 4% ആൾക്കാരെ കൂടെ നമുക്കും ചേരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കാര്യത്തിനകത്ത് ഒത്തിരി ഇമോഷണലായിട്ട് ഭയങ്കര നമ്മൾ മെൻ്റലി നല്ല സ്ട്രെയിൻ എടുക്കേണ്ട ഒരു മേഖലയാണ്. അതായത് നമ്മൾ ഒരു ട്രേഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ട്രേഡ് ഉടനെ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അതിപ്പം ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് എടുത്ത് ലോസ് വരുത്താനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ മെൻ്റലി കൺട്രോൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായി? മൈൻഡ് കൺട്രോൾ നല്ലപോലെ വേണ്ട ഒരു കാര്യമാണ് ഈ ട്രേഡിങ് എന്ന് പറയുന്നത്. ഇപ്പം അത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ ഒരു നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ ഇൻട്രാഡേ ഉണ്ട്, ഡെലിവറി ഉണ്ട്. ഈ പറഞ്ഞ പോലെ 3 രീതിയിൽ വരെ നമുക്ക് ചെയ്യാം. തിങ് ട്രേഡിങ് ചെയ്യാം, ഡെലിവറി ചെയ്യാം, ഇൻട്രാഡേ ചെയ്യാം. ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് ഡെയിലി വാങ്ങിച്ചിട്ട് ഇപ്പം രാവിലെ ഒരു 9:15 മാർക്കറ്റ് ഓപ്പൺ ആകും. 9:15 സാധനം സ്റ്റോക്ക് മേടിച്ചത് അല്ലെങ്കിൽ ഇൻഡെക്സ് മേടിച്ചതിന് ശേഷം നമുക്ക് ഒരു 3:30 വരെ സമയം അതിനകത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമിലോട്ട്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പം ഇന്ന് നമ്മൾ ഇടുകയാണെങ്കിൽ കുറേ വർഷം, ഒരു 5-6 വർഷം 7 വർഷം കഴിഞ്ഞ് നമുക്ക് അത് മേടിച്ചിട്ട് വിൽക്കുന്നതിനാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത്. തിങ് ട്രേഡാണ്. തിങ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കുന്നതിനെയാണ് ഈ തിങ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 3-4 വർഷം കൊണ്ട് ഇത് ട്രേഡിങ്ങിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇത് പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുമാനം തരുന്ന രീതിയിൽ എങ്ങനെ ഇതിനെ കൊണ്ടുവരാമെന്ന് നമ്മൾക്ക് നോക്കാം. ഇതിൽ ഞാനും നേരത്തെ കുറേ പൈസ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഓക്കെ, 2024 ജൂൺ 6 ഞാൻ ഇത്രയും ഡെയിലി അന്നത്തെ ഒരു ദിവസത്തെയാണ്. അന്ന് ഒരു ദിവസം 20,853 രൂപ. അത് ഇത്തിരി കൈവിട്ട ഒരു കളിയായിരുന്നു. അപ്പോൾ അത് സ്കാൽപ്പിൻ രീതിയിൽ എടുത്തതാണ്. 1000 ക്വാണ്ടിറ്റി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബൈ ചെയ്ത്, അതായത് കോൾ ഓപ്ഷൻ ആയിരുന്നു, ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിർത്തി. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇത്ര എടുക്കുന്നത് അന്നാണ് ആദ്യമായിട്ട് അങ്ങനെ എടുക്കുന്നത്. പിന്നെ ഇത്രയൊരു കൈവിട്ട ചെയ്തിട്ടില്ല. കാര്യം പിന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റ് എടുത്ത് പോകാൻ, അത് നമ്മൾ ഒരു ഗ്രീഡി മൈൻഡിൽ നമ്മൾ എടുക്കുന്ന മനസ്സിലായില്ല. അപ്പം നമ്മളിങ്ങനെ പയ്യെ ചെറിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം 2024 അതായത് സ്കാൽപ്പിൻ രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു ഏരിയയിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിറ്റിട്ട് അത് ആരും ചെയ്യരുത്. കാര്യം വളരെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുള്ളൂ, ഒറ്റ അതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ ലോസും വന്നിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, നമ്മൾ 500 ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് ലോസും അങ്ങനെ വരാറുണ്ട്. 3504 500 ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ട് അങ്ങനത്തെ ലോസ് സ്കാൽപ്പിൻ രീതിയിൽ എടുത്തിട്ട് ലോസും വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ അല്ലാതെ സ്കാൽപ്പിൻ രീതി അല്ലാതെ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. ഇപ്പം വേണ്ട നോക്കിയാൽ ഒരു 3000 രൂപ അത് അങ്ങനെ നമുക്ക് ഇത് നമുക്ക് റേഷ്യോ അനുസരിച്ച് വേണം ചെയ്യാൻ. 1:2, അതായത് ഒരു 1000 രൂപ ലോസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ 700 ലോസ് വരികയാണെങ്കിൽ ഒരു 2300 രൂപ അടുത്ത ട്രേഡിൽ പ്രോഫിറ്റ് എടുക്കുക. അപ്പം 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 6 പ്രോഫിറ്റും ഒരു 4 ലോസാണെന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ മാസം ഒരു മന്ത് എൻഡ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രോഫിറ്റിലായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതിന് സ്ഥിരമായിട്ടൊരു സ്റ്റഡി ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് ഓരോ ദിവസം പോവുകയാണെങ്കിൽ നമുക്ക് പയ്യെ അത് ആദ്യം ചെയ്യേണ്ട ചെറിയൊരു എമൗണ്ട് ഇട്ട് ചെയ്യുക. എന്നിട്ട് വലിയ എമൗണ്ട് വെച്ച് നമുക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ,
2 ദിവസം മുമ്പുള്ള ഒരു ദിവസം മുമ്പുള്ള ഒരു ട്രേഡിങ് എങ്ങനെ ആ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളൊരു ആമുഖമായിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് ഇൻട്രാഡേയിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ എൻട്രി നമുക്ക് നോക്കാം എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ ഇന്നലത്തെ ഒരു എൻട്രി വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞത് എങ്ങനെ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചെറിയൊരു ഏരിയയിൽ മാത്രം വെച്ചിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസി സപ്പോർട്ടിനെ കുറിച്ച് നേരത്തെ ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റെസിസ്റ്റൻസി സപ്പോർട്ട് മാത്രം വെച്ച് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. കാര്യം അതിനകത്ത് ഒരുപാട് വേറെ ഇൻഡിക്കേറ്ററിനെക്കാട്ടും നമ്മൾ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡി, അതുപോലെ തന്നെ ലോവർ ഹൈ ലോവർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ. ഇത് ഞാൻ തൽക്കാലത്തേക്ക് എൻട്രി എങ്ങനെ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയയിൽ ഈ ഒരു ഹാമർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഹാമറല്ല ഡോജി ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡോജി ക്യാൻഡിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിനെക്കുറിച്ച് ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഡോജി ക്യാൻഡിലാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ല സപ്പോർട്ട് ഏരിയയിൽ വന്നത്, ഈ ഒരു ഏരിയയിൽ വന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു എൻട്രി എങ്ങനെ എടുത്ത് എന്ത് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ എൻട്രി എടുക്കാം, പ്രോഫിറ്റ് എങ്ങനെ കിട്ടും. ഈ ഒരു ഏരിയ ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിലാണ്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 2.45 നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ വന്ന് 2.45. ഓക്കെ, ഈ പോയിൻ്റർ നോക്കുക, 2.45 വന്നത് ഇല്ലേ, 2.45. 2.45 ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് നോക്കണം, 59,984. ഓക്കെ, 59,984. ഇപ്പം പേപ്പർ ട്രേഡ് ചെയ്യുന്നവർക്കും ഈ ഞാൻ ഈ പറയുന്ന രീതി മരിച്ചു നോക്കാം. അപ്പം നമുക്ക് എൻട്രി നമ്മളെടുത്ത് എൻട്രി കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. 59,982 സ്ട്രൈക്ക് പ്രൈസ് വരുന്നത്. ഓക്കെ, 59,982. ഓക്കെ, അത് നമുക്ക് ബാങ്ക് നിഫ്റ്റി പോകുന്നു. അപ്പം 59,980 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഗ്യാപ്പ് വരുന്നത് 100 രൂപ വെച്ചാണ് ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസിന് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ 59,980 60,000-അടുത്ത് വരും. ഈ 59,980 എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് 60,000 അപ്പം നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇൻ ദ മണി അറ്റ് ദ മണി ഉണ്ട്. അപ്പം അത് പഠിക്കണം, ഔട്ട് ഓഫ് ദ മണി ഉണ്ട് പഠിക്കണം. അപ്പം അത് ഞാൻ തൽക്കാലത്ത് എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 59,900 സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ബൈ ഓപ്ഷൻ കൊടുക്കുന്നു. നോക്കുമ്പം ഒരു ലോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലോട്ടിന് 30 ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം 25,462 രൂപ. അപ്പം 2 ലോട്ട് എടുക്കുവാണെങ്കിൽ 60 ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, ഒരു ലോട്ട് മേടിക്കുമ്പോൾ 30 ക്വാണ്ടിറ്റി, 2 ലോട്ടാകുമ്പോൾ 60 ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ മിനിമം ഞാനൊക്കെ 2 ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ 50,925 രൂപ. അത് ചാർജ് ഒരു 46.54. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലോട്ട് എടുക്കുന്നു. അപ്പം ഇതിൻ്റെ ചാർട്ടാണ്, ഈ ചാർട്ടിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ സ്ട്രൈക്ക് പ്രൈസ്, അതായത് സ്ട്രൈക്ക് പ്രൈസിൻ്റെ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് 2.45 നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, 2.45 നമുക്ക് 820 കൂട്ടാം. ഈ ഒരു ഏരിയയിലാണ് വന്നപ്പോൾ നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊന്നുകൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി ഈ ഒരു 2.45 എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 820 സ്ട്രൈക്ക് പ്രൈസിൽ എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഏരിയ വരെ, അപ്പം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടുന്ന് എൻട്രി എടുത്ത് നമ്മൾ ഇവിടം വരെ ഒന്ന് പോയിന്റ് പിടിക്കാൻ നോക്കും എങ്ങനെങ്കിലും. ഓക്കെ, 5-5.25 വരെ. അപ്പോൾ ഈ ഒരു ഏരിയ വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ നോക്കും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെയെങ്കിലും നമ്മൾ എൻട്രി നോക്കണം, പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഏരിയയിലോട്ട്, ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു ഏരിയയിലോട്ട് നോക്കാം. 3.4 വരെയുള്ള 3.4 ഈ ഒരു ക്യാൻഡിലാണ് വന്നത്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഈ ഗ്രീൻ ക്യാൻഡിൽ എൻഡ് വരെ നോക്കാം. എൻഡ് വരെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 70 വെച്ച് നോക്കാം. ഓക്കെ, 70. അപ്പം ഈ 820 870 വരെ പോയി. അപ്പം 50 പോയിൻ്റാണ് നമുക്കിതിനകത്തുള്ളത്. ഈ ഒരു 50 പോയിൻറ്റും
ഈ ഒരു 50 പോയിൻറ്റ് 50 ഇൻറ്റു 30. ഓക്കെ, ഒരു ലോട്ടാണെങ്കിൽ 30, 2 ലോട്ട് നമ്മൾ എടുത്തത്, അപ്പോൾ 60 പോയിൻറ്റ്. അപ്പോൾ 50 ഇൻറ്റു 60, അപ്പോൾ എത്ര ആയിരുന്നു? 3000 രൂപ വരും. അതൊന്ന് കാൽക്കുലേറ്റർ നോക്കാം നമുക്ക്. 50 ഇൻറ്റു പറഞ്ഞുതരാം, 50 ഇൻറ്റു 60 കണ്ടേ, 3000 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി വരും, 2500 രൂപ വരും. ഓക്കെ, ഇതിൽ ഇൻട്രാഡേയിൽ നമുക്ക് പറ്റത്തില്ല എന്നൊരിക്കലും വിചാരിക്കില്ല. കാര്യം ഈ പറയുന്ന എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഇൻട്രാഡേയിൽ ഡെയിലി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടെന്ന് നടിക്കരുത്. അവരെങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. എല്ലാ ദിവസവും ഭാഗ്യം ഒരു പ്രോഫിറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെയല്ല. അത് അവർ ഡെയിലി സ്റ്റഡി ചെയ്ത് അവർ അങ്ങനെ കൊണ്ടുവന്നതാണ്, മനസ്സിലായില്ലേ? ഡെയിലി നമ്മളിതിനെ വാച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ചെറിയൊരു നമ്മളൊരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കൊണ്ടാണ് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുന്നത്. അത് 3 രൂപ അല്ലെങ്കിൽ 3000 രൂപ 4000 രൂപ കിട്ടുന്നത്. പക്ഷേ അതിൽ ലോസ് വരുമ്പോഴത്തേക്ക് ലിമിറ്റ് വെക്കുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്. അതായത് ഒരു 100 രൂപ അല്ല, ഒരു 600 രൂപ 700 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കും. അപ്പം അത് നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റാണ്. ആ ഒരു ലിമിറ്റിന് നമ്മൾ 500-600 സ്റ്റോപ്പ് ലോസ്, 500-600 പോത്തുള്ളൂ. പ്രോഫിറ്റ് വരികയാണെങ്കിൽ ഒരു 1500 2000 രൂപ, അങ്ങനെ ആണ് ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുക. ഇതിനെക്കുറിച്ച് ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ആ രീതി, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുക. പഠിച്ചിട്ട് ഒരിക്കലും പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്. മറിച്ച് ഒരു മാസം 22 ദിവസമായിരിക്കും ട്രേഡിങ് ചെയ്യാനുള്ള, സ്റ്റോക്കിലും ഒക്കെ ചെയ്യുന്നതിന്. അപ്പം ഇൻഡെക്സിലായാലും അപ്പം 22 ദിവസം നമ്മൾ പേപ്പറിൽ ഓരോ ദിവസം അവരുടെ ഇരിക്കുന്ന സമയങ്ങളിൽ ചാർട്ടിൽ നമ്മൾ ഒരു ഏരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു സപ്പോർട്ട് ഏരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് ഇനി ഇവിടുന്ന് നമ്മളൊരു പ്രഡിക്ഷനാണ്, ഇന്ന് ഇവിടുന്ന് മുകളിലോട്ട് പോകും, ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ ഡെയിലി നമ്മളെ പ്രഡിക്ഷൻ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതിങ്ങനെ നോക്കി 22 ദിവസം അല്ലെങ്കിൽ 2 മാസം നമ്മളെ സ്റ്റഡി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ എത്ര ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പേടി കാണത്തില്ല. അപ്പം നമുക്കറിയാം, 10 എടുത്ത് 2 ലോസ് വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത ട്രേഡ് ആദ്യത്തെ 2 ലോസ് വന്ന് അടുത്ത ട്രേഡ് നമുക്ക് നോക്കാം. കാര്യം നമുക്ക് ഒരു 2 മാസം നമ്മൾ 20-40 ദിവസം ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വേണം. പഠിച്ചിട്ട് ഉടനെ എന്തെങ്കിലും കുറച്ച് കാര്യം പഠിച്ചതിന് ശേഷം ഉടനെ കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല.